എന്നെ വിളിക്കുന്ന ഒരുപാട് പേര് പല അസ്ട്രോളജേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് 1,00,000-ൻ്റെയും 60,000-ൻ്റെയും 1,50,000-ൻ്റെയും ഒക്കെ പൂജകൾ ചെയ്ത് മടുത്ത് വരുന്നവരാണ്. എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ എടുക്കുമ്പോഴേ അവർ പറയും പൂജയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓൾറെഡി ചെയ്ത് മടുത്തു, ഇനി വയ്യ എന്നുള്ള രീതിയിൽ. അപ്പം ഇതൊരു വലിയ ബിസിനസ്സാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. തൊടുന്നതിന് പിടിക്കുന്നതിനും എല്ലാം കവടി കറക്കിയിട്ട് ബാധയുണ്ട്, ശത്രുദോഷമുണ്ട്, പിതൃദോഷമുണ്ട്. ഇതില്ല എന്നല്ല പറയുന്നത് കേട്ടോ, ഇതൊക്കെ ഉള്ളതാ. പക്ഷേ എല്ലാത്തിനും ഗുളിക ബന്ധമോ അല്ലെങ്കിൽ എന്തെങ്കിലും സർപ്പശാപം എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു സുദർശനഹോമം, ഒരു മൃത്യുഞ്ജയോമം, ആവാഹന, ഉച്ചാടനം, ഗണപതി ഹോമം ഇതങ്ങ് എഴുതും. നമ്മൾ ഒരുപാട് പേര് അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം വാസ്തവത്തിൽ എല്ലാ വിഷയങ്ങൾക്കും പൂജ വേണ്ട, എല്ലാ കാര്യങ്ങളും പൂജ കൊണ്ട് മാറത്തുമില്ല. ജാതകദോഷ പരിഹാരങ്ങളിൽ 90% പ്രശ്നങ്ങളും നിങ്ങൾ നേരിട്ടിറങ്ങിയാലേ നടക്കത്തുള്ളൂ. ക്ഷേത്രങ്ങളിലും പുണ്യസ്ഥലങ്ങളിലുള്ള യാത്രകളും പുണ്യസ്ഥലങ്ങളിൽ പോയിട്ടുള്ള തീർത്ഥസ്നാനങ്ങളും ഒക്കെ കൊണ്ടേ, ഗംഗ, കാശി അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലുള്ള തീർത്ഥസ്നാനങ്ങൾ കൊണ്ടൊക്കെ ഇത് നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പേര് പൂജകളുടെയും ഇതിലുമൊക്കെ പോയിട്ട് കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ പൂജ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനെ കുറ്റം പറയില്ല. എല്ലാ മേഖലകളിലും പുഴുക്കുത്തലുകളുള്ള പോലെ തന്നെ അസ്ട്രോളജി മേഖലയിലും ഉണ്ട്, അതൊരു സത്യമാണ്.